വയനാട് മാനന്തവാടി മെഡിക്കൽ കോളേജിൽ അധികൃതരുടെ കടുത്ത അനാസ്ഥ. തലയ്ക്ക് പരിക്കേറ്റ വയോധികയടക്കമുള്ള രോഗികളെ എക്സ്റേക്ക് കൊണ്ടുപോയത് കനത്ത മഴയത്ത്. സ്ട്രെച്ചറിൽ മഴയത്ത് രോഗികളുമായി പോകുന്നതിന്റെ ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. കാണാം. ദീപക് മോഹൻ ചേരുന്നു. ദീപക്, എന്ത് കഷ്ടമാണ്! ഈ മഴയത്ത് ഒരു കൊടയും പിടിച്ചാണോ സ്ട്രെച്ചറിൽ ഈ കിടപ്പ് രോഗികളെ കൊണ്ടുപോകുന്നത്? ഇത് സ്ഥിരം ഇങ്ങനെയാണോ? റോഷ്നി, അതായത് മാനന്തവാടി മെഡിക്കൽ കോളേജിൽ എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ ഒരു സാഹചര്യം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിശയമാകും. കാരണം ഒരു മെഡിക്കൽ കോളേജ് എന്ന് പേര് മാത്രമേ ഉള്ളൂ എന്ന് പലപ്പോഴും തന്നെ നമ്മൾ തന്നെ വാർത്തയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ സംഭവം നടക്കുന്നത് ഇന്ന് രാവിലെയാണ്. അതായത് തലയ്ക്ക് പരിക്കേറ്റ ഒരു വയോധികയെ കൊണ്ടുവന്നു. അവർക്ക് എക്സ്റേ എടുക്കാൻ വേണ്ടി പുറത്തേക്ക് ഒരു സ്ട്രക്ചറിൽ മഴയത്ത് കൊണ്ടുപോകുന്ന സമയത്ത് കുടയൊക്കെ ചൂടിയാണ് കൊണ്ടുപോകുന്നത്. ഇത്തരത്തിൽ അത്യാഹിതത്തിലേക്ക് എത്തുന്ന പല രോഗികളെയും കൃത്യമായ രീതിയിൽ സംവിധാനങ്ങളില്ലാതെ മഴയത്ത് പോകുന്നതും, അതുപോലെ തന്നെ CT സ്കാനിങ് സംവിധാനങ്ങൾക്കൊക്കെ തന്നെ വളരെ താമസിച്ച് രോഗികൾക്ക് ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാത്തൊരു സാഹചര്യം മാനന്തവാടി മെഡിക്കൽ കോളേജിലുണ്ട്. ഇത് അധികൃതരുടെ അനാസ്ഥ തന്നെയാണ്. ഇത്തരത്തിൽ അത്യാഹിതത്തിലേക്ക് എത്തിയ തലയ്ക്ക് പരിക്കേറ്റ ഒരു വയോധികയാണ് മഴയത്ത് കുട ചൂടിയൊക്കെ എക്സ്റേ എടുക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നത്. നിരവധി പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട ആശുപത്രിയിൽ നിന്നുള്ള രോഗികളടക്കം നമ്മളോട് പങ്കുവച്ചിട്ടുണ്ട്. അതിലൊന്ന് മാത്രമാണിത്. ഇത്തരത്തിലൊരു കാര്യം മാനന്തവാടി മെഡിക്കൽ കോളേജിൽ ഉണ്ടാകരുത് എന്നുള്ളതാണ് വയനാട്ടുകാരായ ആളുകളൊക്കെ പറയുന്നത്. കാരണം വയനാട്ടുകാരുടെ പ്രധാനപ്പെട്ട ഒരു ആശ്രയിക്കുന്ന ഒരു മെഡിക്കൽ കോളേജാണ് മാനന്തവാടി മെഡിക്കൽ കോളേജ്. പല സമയങ്ങളിലും ചികിത്സാ സംവിധാനങ്ങളും ഒന്നും തന്നെ അവിടെ പ്രവർത്തിക്കാത്തൊരു സാഹചര്യമുണ്ട്. നമ്മൾ തന്നെ മുൻപ് വാർത്ത റിപ്പോർട്ട് ചെയ്താണ്. CT സ്കാൻ സംവിധാനം ഇപ്പോൾ നിലവിൽ വന്നിട്ട് മാസങ്ങളായിട്ടേ ഉള്ളൂ. അതിനുള്ളിലാണ് ഇപ്പോൾ എക്സ്റേ എടുക്കാനെത്തിയൊരു വയോധികയെ മഴയത്ത് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. റോഷ്നി, പക്ഷേ ദീപക്, ഇതിലിപ്പോൾ ആശുപത്രിയുടെ ഒരു വിശദീകരണം ഉണ്ടാവേണ്ട വിഷയമാണല്ലോ. കാരണം ഈ കിടപ്പ് രോഗികൾ മറ്റുള്ള രോഗം വന്ന് കിടപ്പിലായ രോഗികളാണ്. ഇനിയിപ്പോ മഴ കൊണ്ട് അവർക്ക് അസുഖം വരുത്താനുള്ള പരിപാടിയാണോ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? മറ്റ് സംവിധാനങ്ങളൊന്നും ആ ആശുപത്രിയിൽ ഇല്ലേ? റോഷ്നി, അതായത് മാനന്തവാടി മെഡിക്കൽ കോളേജിൽ എക്സ്റേ മാത്രമല്ല CT സ്കാനും MRI സ്കാനൊക്കെ എടുക്കാൻ വരുന്ന പല രോഗികളും ഇത്തരത്തിൽ മണിക്കൂറുകളോളം കാത്തിരുന്ന് അത്യാഹിതത്തിലെത്തുന്ന രോഗികളോടൊക്കെ അടുത്ത ആഴ്ചയൊക്കെ വരാൻ പറയുന്ന കാര്യങ്ങളൊക്കെ മുൻപും ഉണ്ടായിട്ടുണ്ട്. എക്സ്റേ എടുക്കാൻ വന്നൊരു വയോധികയ്ക്കാണ് ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായത്. പക്ഷെ അതുമായി ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തു നിന്ന് ഒരു തരത്തിലുമുള്ള മറുപടി ഇല്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. റോഷ്നി, ഇത് ഏറെ ഗുരുതരമായ ഒരു സാഹചര്യമാണ്. ആ മഴ നമുക്ക് കാണാം. ഒരു കുട പിടിച്ചുകൊണ്ട് കിടപ്പ് രോഗികളെ മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ആശുപത്രിയിൽ നിന്ന് പുറത്തു വരുന്ന ദൃശ്യമാണിത്. വയനാട് മാനന്തവാടി മെഡിക്കൽ കോളേജിൽ നടക്കുന്ന കൃത്യമായി അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ അനാസ്ഥയാണ്. അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വീഴ്ചയാണ്. തലയ്ക്ക് പരിക്കേറ്റ ഒരു വയോധികയെ കൊണ്ടുപോകുന്ന പോക്ക് നോക്കൂ. ഇങ്ങനെയാണോ രോഗികളെ കൊണ്ടുപോകുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ. എക്സ്റേ എടുക്കാനായി കൊണ്ടുപോകുന്ന കാഴ്ചയാണിത്. ആ മഴ കൊള്ളുകയാണ് ആ രോഗി, കൂടെയുള്ളവർ. ഈ സ്ട്രെച്ചറിൽ മഴയത്ത് രോഗികളുമായി പോകുന്ന ദൃശ്യങ്ങൾ പുറത്തു വരികയാണ്. ഇതിൽ ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് ഒരു വിശദീകരണം ഉണ്ടായേ തീരൂ. അത്തരത്തിലുള്ള ഒരു സാഹചര്യമാണിത്. ദീപക് മോഹനാണ്